മഴത്തോട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ശരണ്യടുത്ത് എത്തുന്നുണ്ട്. ശരണ്യടുത്ത് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ശരണ്യയ്ക്ക് ചെറിയ പിണക്കമൊക്കെ അലീനയോട് ഉണ്ടായിരുന്നു. പിന്നെ ശരണ്യടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വമല്ല മോളെ ഇങ്ങോട്ട് വരാഞ്ഞത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും മോളെ കാണാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ ചേച്ചിയടുത്ത് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ മോളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാമെന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ശരണ്യ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ചേച്ചി. അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയാണ്. അവർക്ക് ഞാൻ സത്യം പറഞ്ഞതാണ് ഏറ്റവും വലിയ കുറ്റമായത്. അവർക്കെല്ലാം വേണ്ടത് കള്ളം മാത്രമാണെന്ന് പറയാണ്. സമുദായക്കാരും പാർട്ടിക്കാരും എല്ലാവരും ഇവിടെ വന്ന് എന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറയുകയാണ് ശരണ്യ. ഞാൻ എന്തോ മഹാപാപം ചെയ്തെന്നാണ് അവർ പറയുന്നത്. അപ്പം അലീന പറയുന്നുണ്ട്, അതങ്ങനെയാ മോളെ. പാർട്ടിക്കാർക്കും സമുദായക്കാർക്കും ഒരു ഇരയെ വേണം. നീയാണെങ്കിൽ ആ ഇരയെ അവരുദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തുന്നു. പിന്നെ പുതിയൊരു കാര്യം കിട്ടുമ്പം അവരങ്ങോട്ട് പോവും. അങ്ങനെ മാത്രമേ ഈ കാര്യത്തെയൊക്കെ അവർ കാണുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും നിന്നെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ നീ നന്നായിട്ട് ജീവിക്കണമെന്നൊന്നും അവർക്കില്ല. അവർക്ക് ഇന്ന് നീ നാളെ മറ്റൊരാൾ, അത്ര മാത്രമേ ഉള്ളൂ. അവരുടെ പാർട്ടി കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കണം, അത്ര മാത്രമേ ഉള്ളെന്ന് അലീന ശരണ്യെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയുടെ കാര്യം അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം എന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോള് പഠിക്കണം, പഴയതുപോലെ പഠിച്ച് മുന്നോട്ട് വരണം. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിൻ്റെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. ഈ ഒരു കാരണം കൊണ്ട് നീ നിൻ്റെ പഠിത്തവും ജീവിതവും ഇങ്ങനെ കളയല്ലേ. നീ പഴയതുപോലെ പഠിച്ച് കോളേജിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയാവണം എന്ന് പറയാണ്. അപ്പം ശരണ്യ പറയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആരും സമ്മതിക്കുന്നില്ല. എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത്, നമ്മളാണ്. നമുക്ക് പഠിക്കണം, നമുക്ക് ജോലി നേടണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. മോള് പഴയതുപോലെ പഠിച്ച് മിടുക്കിയാവണം എന്നൊക്കെ പറഞ്ഞ് അലീന കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ആഹാരമൊക്കെ ആയിട്ട് ശരണ്യയുടെ അമ്മ വരുന്നുണ്ട്. അങ്ങനെ ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഇവളെ വാശി ഇരിക്കുകയായിരുന്നു. മോളെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞ് ഇവള് വാശി പിടിച്ചിരുന്നതാണ്. അപ്പം അലീന പറയുന്നുണ്ട്, മോൾ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, ചേച്ചി എന്നെ കാണാൻ വരണം. ചേച്ചിയെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ വരും മോളെ കാണാൻ തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരണ്യ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് അലീന ഇറങ്ങുന്നുണ്ട്. മനുവിനോടും അവരച്ഛൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം മനു ഹരിശങ്കറിൻ്റെ ചേട്ടനാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങിയാണ്. ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങി വരുന്ന വഴിയിൽ അവിടെ ഷാജിയുടെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നുണ്ട്. അപ്പം അവിടെ വണ്ടി കൊണ്ട് നിർത്തിയാണ്. അപ്പം ഷാജി ആണെങ്കിൽ ഓട്ടോ എടുത്ത് തന്നെ നിൽപ്പുണ്ട്. മനുവും അലീനയും ഇറങ്ങുന്നത് കണ്ട് ഷാജി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ മനുവും അലീനയും കൂടെ ഇറങ്ങി ഷാജിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം അലീന പറയാണ്, ഷാജി ഏട്ടാ, ഞാൻ ശരണ്യയെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പം ഷാജി പറയാണ്, നീ എന്തായാലും വന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തല്ലോ. നീ ഇതുപോലെ നേരത്തെ വീട്ടിൽ വന്നാണല്ലോ ആ കൊച്ചിനെ കൊണ്ട് മൊഴിമാറ്റി പറയിപ്പിച്ചെന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ അതിന് ശരണ്യയുടെ അടുത്ത് മൊഴിമാറ്റി പറഞ്ഞില്ല ഷാജിയേട്ടാ. ഷാജിയേട്ടൻ എന്താ ഇങ്ങനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീ കൊടുത്ത ധൈര്യമല്ലേ കോടതിയിൽ വന്ന് അതിന് മൊഴിമാറ്റി പറയാൻ ധൈര്യം കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കണമെന്ന് എന്താണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് മനസാക്ഷിക്ക് എന്താണോ സത്യത തോന്നിയത് അത് കോടതി വന്ന് പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാജി പറയാണ്, നീ ഒന്നും ചെയ്തെന്നല്ല, നീ കൊടുത്ത ധൈര്യമാണ് അവളെ ആ കോടതിയിൽ വന്ന് ആ സത്യം പറയാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നീ വിചാരിച്ച പോലെ അവൻ അങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്ന് ഷാജി പറയുകയാണ്. അപ്പം അലീന പറയുകയാണ്, അതിന് ആ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ഉടനെ ഷാജി ചോദിക്കുകയാണ്, ഇതാരാന്ന് ചോദിക്കുകയാണ്. അത് അവിടുത്തെ സാറിൻ്റെ ഒരു ബന്ധുവാണെന്ന് പറയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് മനുവട്ടൻ പറഞ്ഞ് അങ്ങനെ വന്നതാണെന്ന് പറയാണ്. അപ്പം ഞാൻ പോകുന്ന വഴി ഷാജിയേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഞാൻ ഷാജിയേട്ടൻ്റെ അടുത്ത് ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഷാജിയേട്ടൻ നിന്ന പോലുമില്ലല്ലോ, അതുകൊണ്ടാണ് ഷാജിയേട്ടനെ കണ്ടപ്പോൾ നിർത്തിയെന്ന് പറയാണ്. അപ്പം ഷാജി പറയാണ്, ശരണ്യയെ കണ്ടല്ലോ, സംസാരിച്ചല്ലോ, എന്താ പറഞ്ഞ്? കുഴപ്പമൊന്നുമില്ല, അവൾക്ക് എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തുന്നു, അതിൻ്റെ ഒരു മനോവിഷമം അത്രയേ ഉള്ളെന്ന് പറയാണ്. എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും, അവൾ കോടതി ചെന്ന് മൊഴിമാറ്റി പറഞ്ഞില്ലേ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ ശരണ്യയെ കുറ്റപ്പെടുത്തുന്നത്? അവൾ സത്യസന്ധമായ കാര്യമെന്ന് കോടതി പറഞ്ഞാണ് നിങ്ങളെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയാണ്. അപ്പോൾ ഷാജി പറയാണ്, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട,
നിങ്ങളെന്തെങ്കിലും ചെല്ലെന്ന് പറഞ്ഞ് ഷാജി അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അലീനയും മനുവും കൂടെ അവിടുന്ന് പോകുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ ഒരു ആളൊഴിഞ്ഞ ഒരു പാർക്ക് പോലെ ഒരു സ്ഥലത്തേക്കാണ് രണ്ടുപേരും കൂടെ പോകുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ ഇത് എങ്ങോട്ട് പോവുക, വീട്ടിലേക്ക് പോയാൽ പോരെ? അപ്പം മനു പറയാണ്, എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലേ, നമുക്കൊന്ന് ചുറ്റിയിട്ട് പോകാം എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, എനിക്ക് വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്, മനുവേട്ടൻ ഇങ്ങനെ ചുറ്റി നടന്നാൽ മതി, എനിക്ക് ഒത്തിരി ജോലിയുണ്ടെന്ന് പറയാണ്. അപ്പം മനു പറയാണ്, എന്തായാലും കുറച്ച് സമയം ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് കറങ്ങിയിട്ടങ്ങ് പോകാം, പെട്ടെന്ന് തന്നെ പോവാമെന്ന് പറയാണ്. അപ്പം മനു ഇങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടൻ ഇത്ര ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് മനു പറയാണ്. അതല്ല, മനുവേട്ടൻ എന്തോ പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പം മനു ആണെങ്കിൽ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ കൂടെ അലീനയും നടക്കുന്നുണ്ട്. എന്താ മനുവേട്ട, കാര്യം പറ, എന്തോ ഹിഡനായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന് അലീന പറയാണ്. അതെനിക്ക് കുറേ നാളുകൊണ്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. എന്താ മനുവേട്ടൻ എന്ത് കാര്യമാണെങ്കിലും എന്നോട് എപ്പോൾ വേണമെങ്കിലും പറയാലോ എന്ന് അലീന പറയാണ്. അപ്പം മനു പറയാണ്, ഞാനാണെങ്കിൽ ആദ്യമായിട്ട് നിന്നെ കാണുന്നത് സ്നേഹനികേതനത്തിൽ വെച്ചാണ്. അപ്പം നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടായത്. അതിന് മുമ്പ് ഇങ്ങനൊരു ചിന്തയോ അല്ലെങ്കിൽ ആരോടും ഇങ്ങനൊരു അടുപ്പമോ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മനു പറയുകയാണ്. അപ്പോൾ അലീന മനു പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പം മനു പറയാണ്, ഞാൻ പറഞ്ഞതുപോലെ നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായതെന്ന് മനു പറയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്താ മനുവേട്ടൻ എന്ത് പറയാനുണ്ടല്ലോ, എന്നോട് നേരിട്ടങ്ങ് പറയാമല്ലോ, എന്തിനാ ഇത്രയും പാടുപെടുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് നീ പെട്ടെന്നൊന്നും മറുപടി തരേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയുകയാണെന്ന് മനു പറയാണ്. എന്താ മനുവേട്ടൻ പറയാൻ? അലീന പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിച്ച് കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയൊന്ന് ഞെട്ടുന്നുണ്ട്. ഞാൻ ഒരു തമാശ പറഞ്ഞതുപോലെ നീ വിചാരിക്കല്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നും എൻ്റെ കൂടെ കൂട്ടണമെന്നും എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് പറയണം. അപ്പം അലീനയാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ മനുവേട്ടൻ നീ പറയുന്നത്? മനുവേട്ടന് കാര്യങ്ങളൊക്കെ അറിയല്ലേ, പിന്നെ എന്താ മനുവേട്ടൻ ഇങ്ങനെ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം ഞാൻ എടുത്തത്. നീ ഒരിക്കലും അനാഥയായി പോകേണ്ട ആളല്ല, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മനു അലീനയോട് പറയുകയാണ്. തൻ്റെ ഇഷ്ടം മനു ആണെങ്കിൽ അലീനയോട് തുറന്നു പറയുകയാണ്.